നമസ്കാരം. M4 മെക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ട്രേഡുമായി ബന്ധപ്പെട്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് മുൻകാലത്ത് ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്യൂറിങ് ചാർജിങ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ഓഫ് എ ലെഡ് ആസിഡ് ബാറ്ററി ഇസ് ഡാഷ്. അതായത് നമ്മുടെ ലെഡ് ആസിഡ് ബാറ്ററി ഉണ്ടല്ലോ, ആ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോലൈറ്റിൽ എന്ത് വ്യത്യാസം വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ എന്ത് വ്യത്യാസം വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചാർജ് ചെയ്യുന്ന സമയത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ആവും. എ ആണ് കറക്റ്റ് ആൻസർ. സപ്പോസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തോ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് സംഭവിക്കും? ഡിക്രീസ് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പർപ്പസ് ഓഫ് ലീനിയർ പ്രൊട്ടക്റ്റീവ് കോഡിംഗ് യൂസ്ഡ് ഇൻ GSM ഈസ് ഡാഷ്. അത് നമ്മുടെ GSMകളിൽ ലീനിയർ പ്രൊട്ടക്റ്റീവ് കോഡിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? ഡിക്രീസ് ദി ബിറ്റ് റേറ്റ്. അത് ബിറ്റ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി സ്റ്റോക്ക് ഓഫ് ദി എൻജിൻ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് എൻജിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ടു BDC. അതായത് നമ്മുടെ TDC മുതൽ BDC വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയുക? സ്റ്റോക്ക് എന്ന് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് പാർട്ട് ഓഫ് എ കാർബറേറ്റർ ഷട്ട് ഓഫ് ദി എയർ സപ്ലൈ ടു ആഡ് കോൾഡ് സ്റ്റാർട്ടിങ്. അതായത് നമ്മുടെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാർബറേറ്ററിനകത്ത് എയർ സപ്ലൈ ഷട്ട് ഓഫ് ചെയ്യാറുണ്ട്. അത് ഏത് പാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഷട്ട് ഓഫ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഏതാണ്? ചോക്ക് വാൾവ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ചോക്ക് വാൾവ് ക്ലോസ് ചെയ്തിട്ടാണ് എന്തിന് കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി ഫങ്ഷൻ ഓഫ് ഓയിൽ സ്ക്രാപ്പർ റിംഗ് ഈസ് ടു ഡാഷ്. നമ്മുടെ പിസ്റ്റനകത്ത് 3 ടൈപ്പ് റിങ്സ് ആണ് അവിടെ ഉണ്ടാകുക. ഫസ്റ്റ് കാണുന്നത് കംപ്രഷൻ റിങ്സ് എന്ന് പറയും. തൊട്ട് താഴെ വരുന്നതാണ് ഈ ഓയിൽ സ്ക്രാപ്പർ റിങ്സ് എന്ന് പറയും. അതിന് തൊട്ട് താഴെ വരുന്നതാണ് ഓയിൽ റിംഗ് എന്ന് പറയും. അതിലെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്: ഈ ഓയിൽ സ്ക്രാപ്പർ റിങ്ങിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂബ്രിക്കേറ്റ് സിലിണ്ടർ വാൾവ്. നമ്മുടെ എഞ്ചിൻ സിലിണ്ടർ വാൾവ് ലൂബ്രിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് സിലിണ്ടറിന്റെ ഈ പുറം ഉൾപോർഷൻ ഉണ്ടല്ലോ, ഈ ഉൾപോർഷൻ മൊത്തം ലൂബ്രിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ സ്ക്രാപ്പർ റിംഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി എസ്കേപ്പ് ഓഫ് ബേൺഡ് ഗ്യാസസ് ഫ്രം ദി കമ്പഷൻ ചേംബർ ടു ദി പിസ്റ്റൺ ആൻഡ് ഇൻ ടു ദി ക്രാങ്ക് കേസ് ഈസ് കാൾഡ് ആസ് ഡാഷ്. അതായത് നമ്മൾ കമ്പഷൻ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ സിലിണ്ടർ ആണ് വെക്കുക, ഇത് പിസ്റ്റൺ എന്ന് വെക്കുക. ഈ പിസ്റ്റൺ ഈ എയർ ഫ്യൂൽ മിക്സറിനെ കമ്പസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പിലൂടെ സ്മാൾ എമൗണ്ട് ഗ്യാസ് എന്ത് ചെയ്യും? ഈ ക്രാങ്ക് കേസിനകത്ത് എത്തും. ഇത് ക്രാങ്ക് കേസാണ്. ഈ ക്രാങ്ക് കേസിന് എത്തും. ഈ എത്തുന്ന ഗ്യാസിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിനെ പറയുന്ന പേര് ബ്ലോ ബൈ ഗ്യാസ് എന്നാണ് പറയുക. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി മാക്സിമം പ്രഷർ ഓഫ് എയർ ഫ്യൂൽ മിക്സർ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ ഇൻ പെട്രോൾ എഞ്ചിൻ വേരിയസ് ഫ്രം ഡാഷ്. അതായത് നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ ഉണ്ടല്ലോ, അത് നമ്മുടെ പെട്രോൾ എഞ്ചിനകത്ത് കംപ്രസ് ചെയ്യണം. സിലിണ്ടറിനകത്ത് കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്രഷൻ പ്രഷർ എത്ര വരെ ആകാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് എത്രയാണ്? 10 to 20 kg/cm² വരെ ആകാം. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി പെർസെൻറ്റേജ് ഓഫ് എനർജി ഇൻ ദി പെട്രോൾ ബേൺ ഇൻ ദി എഞ്ചിൻ വിച്ച് ഈസ് ആക്ച്വലി യൂട്ടിലൈസ്ഡ് ഇൻ പ്രൊപ്പല്ലിംഗ് ദി വെഹിക്കിൾ ഈസ് ഡാഷ്. അതായത് നമ്മുടെ എഞ്ചിനകത്ത് ഇന്ധനം കത്തിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് നമ്മുടെ വാഹനം മൂവ് ചെയ്യാൻ, അതായത് പ്രൊപ്പൽ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് എത്ര പെർസെൻറ്റേജ് കിട്ടുന്നില്ല? 25% വരെയ്ക്ക് നമുക്ക് പ്രൊപ്പൽ ചെയ്യാൻ കിട്ടും. ബാക്കിയുള്ള 75% എവിടേക്ക് പോകുമെന്ന് ചോദിച്ചാൽ ഹീറ്റായിട്ടും ബാക്കി പല ഫ്രിക്ഷൻ ലോസും അങ്ങനെ പല ലോസ് ആയിട്ട് എന്ത് ചെയ്യും? പുറത്തു പോകും. നമുക്ക് 25% to 30% വരെയ്ക്ക് മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ? വാഹനം മൂവ് ചെയ്യാനുള്ള എനർജി ആയിട്ട് കിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സീറ്റേൻ നമ്പർ ഓഫ് ഡീസൽ ഫ്യൂൽ ഈസ് മെഷേർഡ് ഓഫ് ഡാഷ്. അതായത് നമ്മുടെ ഡീസൽ ഫ്യൂലിലെ സീറ്റേൻ നമ്പർ ഉണ്ടല്ലോ, അത് മെഷർ ചെയ്യുന്നത് എന്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം തന്നെ
ഡിലേ പീരീഡ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസീവ് പ്രഷർ ബിൽഡ് അപ്പ് ഇൻ ഫോഴ്സ്ഡ് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം പ്രിവെന്റഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ ഫോഴ്സ്ഡ് ഫീഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനകത്ത് എക്സസീവ് ആയിട്ട് പ്രഷർ വരുന്നത് കുറയ്ക്കാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പ്രഷർ റിലീഫ് വാൾവ് എന്ന് യൂസ് ചെയ്യും. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സിംഗിൾ സിലിണ്ടർ ടു സ്റ്റോക്ക് എഞ്ചിൻ റൊട്ടേറ്റ് അറ്റ് 300 RPM. ദി നമ്പർ ഓഫ് പവർ സ്റ്റോക്ക് പെർ മിനിറ്റ് ഈസ് ഡാഷ്. അതായത് നമ്മുടെ ടു സ്റ്റോക്ക് എഞ്ചിൻ ഉണ്ടല്ലോ, അത് 3000 RPM റൊട്ടേറ്റ് ചെയ്യണം. സിംഗിൾ സിലിണ്ടർ ടു സ്റ്റോക്ക് എഞ്ചിൻ 3000 RPM റൊട്ടേറ്റ് ചെയ്യാണ് വെക്കുക. അതിൽ നമ്പർ ഓഫ് പവർ സ്റ്റോക്ക് പെർ മിനിറ്റ് എങ്കിൽ അതിൽ എത്ര പവർ സ്റ്റോക്ക് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒരു മിനിറ്റിൽ എത്ര പവർ സ്റ്റോക്ക് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടു സ്റ്റോക്ക് എഞ്ചിൻ ആയതുകൊണ്ട് ഓരോ സർക്കുലേഷൻ എന്തിനും ഓരോ പവർ നടക്കും. സോ ആയതുകൊണ്ട് എത്രയാണ്? 3000 ഇൻറ്റു 1 ചെയ്ത് എത്ര കിട്ടും? 3000 തന്നെ കിട്ടും. സോ ആൻസർ ഏതാണ്? 3000 ആണ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ടർ സർക്കുലേഷൻ ഇൻ എ തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റം കേസ്ഡ് ബൈ ഡാഷ്. നമ്മുടെ തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ആ തെർമോസിഫൺ കൂളിംഗ് സിസ്റ്റത്തിൽ വാട്ടർ സർക്കുലേഷൻ ചെയ്യുന്നത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? ചേഞ്ചിങ് ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് സർക്കുലേഷൻ നടക്കുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോൾ തെർമോസിഫണിന് പകരം ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ പമ്പ് ഉണ്ട്. ആ വാട്ടർ പമ്പ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? സർക്കുലേഷൻ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിലിണ്ടർ ബ്ലോക്ക് കൺസ്ട്രക്ഷൻ ബൈ മോണോ ബ്ലോക്ക് ഈസ് പ്രിഫേർഡ് ടു ഇൻഡിവിജ്വൽ എൻജിൻ കൺസ്ട്രക്ഷൻ ബിക്കോസ് ഓഫ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ രണ്ട് ടൈപ്പിലാണ് എൻജിൻ ബ്ലോക്ക് നിർമ്മിക്കുക. ഒന്ന് എങ്ങനെയായിരിക്കും? മോണോ ബ്ലോക്ക് സിസ്റ്റം പറയും. രണ്ടാമത്തെ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 4 സിലിണ്ടർ എൻജിൻ ഉണ്ടെങ്കിൽ 4 സിലിണ്ടറും തനിത്തനിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ജോയിൻ ചെയ്ത് ഒന്നാക്കിയെടുക്കും. ഈ മോണോ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബ്ലോക്ക് ആയിരിക്കും. ഈ 4 സിലിണ്ടറും ആ ഒരു ബ്ലോക്കിനകത്ത് തന്നെ ആയിരിക്കും എന്തുണ്ടാക്കുക? മോൾഡ് ചെയ്തിട്ടുണ്ടാകുക. ഈ ഒറ്റ ബ്ലോക്കിനകത്തായിരിക്കും 4 സിലിണ്ടർ വെച്ചിട്ടുണ്ടാവുക. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ മോണോ ബ്ലോക്ക് ഉണ്ടല്ലോ, മോണോ ബ്ലോക്ക് ഇൻഡിവിജ്വലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഗുണം? കോമ്പാക്റ്റ് എൻജിൻ ഡിസൈൻ കോമ്പാക്റ്റ് ആയിരിക്കും. സ്റ്റിഫ് ആൻഡ് കമ്പഷൻ സ്ട്രക്ചർ, അതായത് കമ്പഷൻ സ്ട്രക്ചർ ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ ഈസി മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, മാനുഫാക്ചറിങ് ഓപ്പറേഷൻ വളരെ ഈസി ആയിരിക്കും. ഈ മൂന്നും ശരിയാണ്. ആയതുകൊണ്ട് ആൻസർ ഏതാണ്? ആൾ ഓഫ് എബോ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പാർട്ട് ഓഫ് ആൻ ഓവർഹെഡ് വാൾ മെക്കാനിസം അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദി വാൾവ് ടാപ്പറ്റ് ആൻഡ് റോക്ക് റാം ഈസ് ഡാഷ്. അതായത് നമ്മുടെ ഓവർഹെഡ് വാൾ മെക്കാനിസം ഉണ്ട്. അതിലെ ഒരു മെക്കാനിസത്തിൽ വാൾവ് ടാപ്പറ്റും റോക്ക് റാമിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഡിവൈസിന്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഡിവൈസിന്റെ പേര് ഏതാണ്? പുഷ് റോഡാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഡിവൈസ് ദാറ്റ് പെർമിറ്റ് വേരിയേഷൻ ഇൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്പ്രിംഗ് ഐ ഓഫ് ലീവ് സ്പ്രിംഗ് ആസ് ദി സ്പ്രിംഗ് ഫ്ലെക്സിസ് ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ ഒരു ലീവ് സ്പ്രിംഗ് മെക്കാനിസം ഉണ്ടല്ലോ, നമ്മുടെ റിയർ ആക്സിലുകളിൽ വെക്കുന്ന ലീവ് സ്പ്രിങ്ങിനകത്ത് ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ഷൻ കിട്ടാൻ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ആ ഡിവൈസിന്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ ഡിവൈസിന്റെ പേര് ഏതാണ്? സ്പ്രിംഗ് ഷാക്കിളാണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഈ സ്പ്രിംഗ് ഷാക്കിളാണ് എന്ത്? ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൂവ്മെന്റിന് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡബിൾ ആക്ടിങ് ഷോക്ക് അബ്സോർബർ യൂഷ്വലി ഹാസ് ഡാഷ്. ഈ ഡബിൾ ആക്ടിങ് ഷോക്ക് അബ്സോർബർ ഉണ്ടല്ലോ, അതിന്റെ ഗുണം എന്താണ്? അൺഈക്വൽ പ്രഷർ ഓൺ ബോത്ത് സൈഡ്. സി ആണ് കറക്റ്റ്. അതായത് രണ്ട് സൈഡും അൺഈക്വൽ ആയിട്ട് പ്രഷർ എന്ത് ചെയ്യും? വേരി ചെയ്യിക്കാൻ കഴിയും. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദി ട്രാൻസ്മിഷൻ സിസ്റ്റം പ്രൊവിഷൻ ഓഫ് സ്ലിപ്പ് ജോയിന്റ് അലോ എ ചേഞ്ച് ഇൻ ദി ഡാഷ്. അതായത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഈ സ്ലിപ്പ് ജോയിന്റ് വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് അലോ ചെയ്യാൻ പറ്റുന്നത് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്താ പറയുക? ലെങ്ത് ഓഫ് ദ ഷാഫ്റ്റ്. ബി ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ ഷാഫ്റ്റിന്റെ ലെങ്ത് ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് എഫക്റ്റീവ് സെക്ഷൻ ടു ബിൽഡ് ചേസിസ് ഫ്രെയിം എഗിനിസ്റ്റ് ബെൻഡിങ്. അതായത് നമ്മുടെ ബെൻഡിങ് ഉണ്ടല്ലോ, അത് ചേസിസ് ഫ്രെയിം ഉണ്ടായിരിക്കുന്ന ബെൻഡിങ് ചാൻസ് കുറയ്ക്കുന്ന ഏറ്റവും മികച്ച
സെക്ഷൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും മികച്ച സെക്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്ക്വയർ ഹോളോ സെക്ഷൻ, അതല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹോളോ സെക്ഷൻ. ഈ രണ്ടെണ്ണമാണ് മോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്ത് ബെൻഡിങ് സ്ട്രെസ്സിനെ തടുക്കാൻ കഴിയുന്ന സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ സ്ക്വയറോ റെക്ടാങ്കുലർ സെക്ഷൻ ആയിരിക്കും. സോ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി പാർട്ട് ഓഫ് ദി ക്ലച്ച് ഓവർ അസംബ്ലി ദാറ്റ് ഹോൾഡ് ദി പ്രഷർ എഗെയിൻസ്റ്റ് ദി ക്ലച്ച് പ്ലേറ്റ് ആർ ദി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ക്ലച്ച് അസംബ്ലിയിലെ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ക്ലച്ച് പ്ലേറ്റിനെ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ക്ലച്ച് കവറിന്റെ അസംബ്ലിയിലെ ഒരു പാർട്ടിന്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ആ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഒരു പാർട്ട് ഉണ്ട്, ആ പാർട്ടിന്റെ പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ പാർട്ട് ഏതാണ്? സ്പ്രിംഗ് ആണ്. അതായത് ഒരു കോയിൽ സ്പ്രിംഗ് ഉണ്ട്, ഈ കോയിൽ സ്പ്രിംഗ് ആണ് എന്ത് പ്രസ് ചെയ്ത് പിടിക്കുന്നത്. സോ ആൻസർ ഏതാണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഓഫ് ദി ക്ലച്ച് ഫേസിംഗ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡാഷ്. അതായത് നമ്മുടെ ക്ലച്ച് ഫേസിംഗ് ഉണ്ടല്ലോ, ക്ലച്ച് ഫേസിംഗിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എത്ര വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്രോക്സിമേറ്റ്ലി കേട്ടോ, അത് എത്ര? 0.4 ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെൻട്രൽ ഗിയർ ഓഫ് ആൻ എപ്പിസൈക്കിൾ ഗിയർ ബോക്സ് നോൺ ആസ് ഡാഷ്. അതായത് നമ്മുടെ എപ്പിസൈക്കിൾ ഗിയർ ബോക്സ് ഉണ്ട്, ഈ കാണുന്ന എപ്പിസൈക്കിൾ ഗിയർ ബോക്സിന്റെ ഈ സെൻട്രൽ ഗിയറിനെ പറയുന്ന പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സെൻട്രൽ ഗിയർ ഏതാ പറയുന്നത്? സൺ ഗിയർ എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രേക്കിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫ്രിക്ഷണൽ എഫക്ട് ബിറ്റ്വീൻ ദി ബ്രേക്ക് ഡ്രം ആൻഡ് ദി ഡാഷ്. ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷണൽ എഫക്റ്റ് ഉണ്ടല്ലോ, ഈ ഫ്രിക്ഷണൽ എഫക്റ്റ് ബ്രേക്ക് ഡ്രമ്മിനും ഇടയിലാണ് ഉണ്ടാകുക. അത് ഏതിന്റെ ഇടയിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതിന്റെയൊക്കെയാണ്? ബ്രേക്ക് ഡ്രമ്മിനും ബ്രേക്ക് ഷൂവിനും ഇടയിലാണ് എന്ത് ഫ്രിക്ഷണൽ എഫക്റ്റ് ഉണ്ടാകുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ അണ്ടർ ഇൻഫ്ലേറ്റഡ് ടയർ വിൽ വിയർ ദി ത്രെഡ് മോസ്റ്റ് ഡാഷ്. അതായത് ഈ അണ്ടർ ഇൻഫ്ലേറ്റഡ് ടയർ ഉണ്ടല്ലോ, അതായത് എയർ കമ്മിയായ ടയറിന്റെ തേയ്മാനം കൂടുതൽ ഏത് ഭാഗത്താണ് ഉണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എവിടെ ഉണ്ടാകുക? നിയർ ദി എഡ്ജ്, എഡ്ജുകളിലാണ് ഇതിന്റെ തേയ്മാനം ഉണ്ടാകുക. ഇതേ ക്വസ്റ്റ്യൻ ഓവർ ഇൻഫ്ലേറ്റഡ് ടയർ ആയാലോ? നിയർ ദി സെന്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following can be adjusted by modifying the tie rod attachment length. അതായത് നമ്മുടെ ടൈ റോഡ് അറ്റാച്ച്മെന്റ് ലെങ്ത് ഉണ്ടല്ലോ, ഇത് മോഡിഫൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്ത് സംഭവിക്കും? ടോ ഇൻ ആൻഡ് ടോ ഔട്ട് ഉണ്ടല്ലോ, ഇത് രണ്ടെണ്ണം ചേഞ്ച് ചെയ്യും. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഗ്നിഷൻ ഇൻ എ SI എഞ്ചിൻ ടേക്ക് പ്ലേസ് വെൻ ദി പിസ്റ്റൺ ഈസ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചത്, നമ്മുടെ SI എഞ്ചിനിൽ നമ്മുടെ ഇഗ്നിഷൻ ഉണ്ടല്ലോ, അതായത് ബേണിംഗ്, അത് എവിടെ വെച്ചാണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് പിസ്റ്റൺ എവിടെ എത്തുമ്പോഴാണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എവിടെ എത്തുമ്പോഴാണ്? അപ്രോച്ചിങ് ദി TDC പൊസിഷൻ ഇൻ ഇറ്റ്സ് കമ്പഷൻ സ്റ്റോക്ക്. അതായത് നമ്മുടെ കമ്പഷൻ സ്റ്റോക്കിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പാണ് നമ്മൾ എന്ത് സംഭവിക്കുക? ഇഗ്നിഷൻ സംഭവിക്കുക. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ വിർലിംഗ് സ്പീഡ് ഓഫ് എ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഡാഷ്. അതായത് നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ക്രിട്ടിക്കൽ വിർലിംഗ് സ്പീഡ് ഉണ്ടല്ലോ, അത് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എപ്പോഴാണ്? ഡിക്രീസിങ് ദി ലെങ്ത്. അത് ഷാഫ്റ്റിന്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുമ്പോഴാണ് വിർലിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടോർക്ക് അവൈലബിൾ അറ്റ് ദി കോണ്ടാക്ട് ബിറ്റ്വീൻ ഡ്രൈവിംഗ് വീൽ ആൻഡ് റോഡ് ഈസ് നോൺ ആസ് ഡാഷ്. അതായത് നമ്മുടെ ഡ്രൈവിംഗ് വീലിന്റെയും റോഡിന്റെയും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുള്ള ടോർക്കിനെ പറയുന്ന പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന പേരെന്താണ്? ട്രാക്റ്റീവ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടൂൾ എംപ്ലോയ്ഡ് ടു മെഷർ ദി ഷാഫ്റ്റ് ടേൺ ഔട്ട് ഈസ് ദി ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഷാഫ്റ്റ് ഉണ്ടല്ലോ, അത് റൺ ഔട്ട് ആയോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഡിവൈസിന്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡിവൈസ് ഏതാണ്? ഡയൽ ഗേജ് വെച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രാഫിക്കേറ്റേഴ്സ് ആർ ലൈറ്റ് സിഗ്നൽ യൂസ്ഡ് ഫോർ ഡാഷ്. ട്രാഫിക്കേറ്റർ ലൈറ്റ് സിഗ്നലോ, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റിംഗ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് ടേൺ. അതായത് നമ്മുടെ വാഹനം ടേൺ ചെയ്യേണ്ട ഡയറക്ഷൻ കാണിക്കുന്നതിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്ക് ഡാഷ്. നമ്മുടെ വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്ക് ഉണ്ടല്ലോ,
അതിന്റെ പ്രത്യേകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഡിസ്ക് കണ്ടെയ്ൻ റേഡിയൽ വെയിൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് റബ്ബിംഗ് സർഫസ് ഫോർ ഒപ്റ്റിമൈസിങ് കൂളിംഗ് പെർഫോമൻസ്. അതായത് ആ ഡിസ്ക് ബ്രേക്കിനകത്ത് ഉള്ള ഹോൾ ഉണ്ടല്ലോ, ആ ഹോൾ എന്ത് ചെയ്യും? കൂളിംഗ് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഹോൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഡിസ്ക് എന്താവും? നല്ലതുപോലെ ഹീറ്റ് ആവും. ആ ഹീറ്റ് എന്ത് ചെയ്യണം? പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഹോൾസ് ഒക്കെ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ടേം പ്ലേ റേറ്റിംഗ് വിത്ത് റെഫറൻസ് ടു എ ടയർ റെഫേഴ്സ് ടു ദി ഡാഷ്. അതായത് നമ്മൾ ടയേഴ്സ് ഒക്കെ റെഫർ ചെയ്യുന്ന സമയത്ത് പ്ലേ റേറ്റിംഗ് എന്ന് പറഞ്ഞ ടേംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ പ്ലേ റേറ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെങ്ത് എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ടയറിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണം പ്ലേ റേറ്റിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? സി ആണ്, റേറ്റഡ് സ്ട്രെങ്ത്. സി ആണ് കറക്റ്റ് ആൻസർ.